CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടപ്പുറം പഞ്ചായത്തിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്നവരെ കടപ്പുറം അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 16 കുടുംബങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചത് 55 പേരെ. ക്യാമ്പിൽ കഴിയുന്നവരെ NK അക്ബർ MLA സന്ദർശിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയം. റസാഖ് കേച്ചേരി സ്മാരക പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലിന്. പത്രപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയുടെ 1ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കേച്ചേരി ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് ജോസ് മാളിയേക്കലിന് സമ്മാനിക്കുന്നത്. ചാവക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ പ്രദേശങ്ങളായ പുന്ന, തെക്കഞ്ചേരി, വഞ്ചിക്കടവ് എന്നിവിടങ്ങളിൽ നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ മന്നലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് NK അക്ബർ MLAയുടെയും സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. സംഘം പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PWD കാന നിർമ്മാണത്തിനിടെ തകർന്നു വീണ മതിലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുമ്പ് പുതുക്കിപ്പണിത റോഡാണ് പലയിടങ്ങളിലായി പൊളിഞ്ഞത്. കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡ് ചൊവ്വനൂർ അയ്യപ്പത്ത് റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് തകർന്ന വീട്ടിൽ താമസിച്ചിരുന്ന കോലാടിപ്പറമ്പിൽ വിജേഷിനെയും കുടുംബത്തെയും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശിച്ച് അടിയന്തര ധനസഹായം നൽകി. ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ റാലി നടത്തി. ലഹരിക്കെതിരെ ചുമർചിത്രവും ലഹരിവിരുദ്ധ സന്ദേശവുമായി വേലൂർ ഗവൺമെന്റ് RSRV സ്കൂൾ. NSS വിദ്യാർത്ഥികളാണ് പഠന സമയത്തിനു ശേഷം ചുമർചിത്രങ്ങളിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നത്. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി അനുസ്മരണ യോഗം കുന്നംകുളം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. ഇറാനെതിരെയും പലസ്തീനെതിരെയും നിരന്തരമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ CPM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമാ ബസാറിൽ നടന്ന യുദ്ധവിരുദ്ധ കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.